ബി.ജെ.പിയും സംഘപരിവാർ സംഘടനകളും വിവാദമാക്കിയ എമ്പുരാൻ സിനിമയുടെ പിന്നിൽ പ്രവർത്തിച്ചവർക്കെതിരായുള്ള വേട്ട തുടരുകയാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ നിർമ്മാതാക്കളിൽ ഒരാളായ ഗോകുലം ഗോപാലിന്റെ സ്ഥാപനങ്ങളിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് (ഇ.ഡി) റെയ്ഡ് നടത്തുകയും സംവിധായകൻ പൃഥ്വിരാജിന് ആദായ നികുതി വകുപ്പ് നോട്ടീസ് നൽകുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അതിന് പിന്നാലെ മറ്റൊരു നിർമ്മാതാവായ ആന്റണി പെരുമ്പാവൂരിനെതിരെ വിശദീകരണ നോട്ടീസ് നൽകിയിരിക്കുകയാണ്. എമ്പുരാൻ സിനിമയുടെ പേരിലുള്ള പ്രതികാരമല്ല എന്ന് കേന്ദ്രത്തിന്റെ വളർത്തുജീവികളെ പോലെ പ്രവർത്തിക്കുന്ന ഇ.ഡിയും IT വകുപ്പും വിശദീകരിക്കുകയും ബി.ജെ.പി നേതാക്കൾ ന്യായീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. പക്ഷെ അരിയാഹാരം കഴിക്കുന്ന ഏതൊരാൾക്കും അത് വ്യക്തമാണ് പ്രതികാര നടപടി തന്നെയാണ് ഇത് എന്ന്. അത് ബോധ്യമാകണമെങ്കിൽ വിശകലന വിദഗ്ധരുടെ പ്രവചനങ്ങൾ തേടിപ്പോകേണ്ട ആവശ്യമൊന്നുമില്ല. ഏതൊരു വ്യക്തിക്കും അത് മനസ്സിലാകും. റെയ്ഡിനെയും നോട്ടീസ് അയച്ചതിനെയും ന്യായീകരിച്ച് രംഗത്ത് വരുന്ന രണ്ട് ഏജൻസികളുടെയും വിശദീകരണത്തിലെ നാൾവഴികൾ ശ്രദ്ധിച്ചാൽ മാത്രം മതി. വെള്ളിയാഴ്ച ചെന്നൈയിലെയും കോഴിക്കോട്ടെ ഗോകുലം സ്ഥാപനങ്ങളിൽ റെയ്ഡ് നടത്തിയതിനൊപ്പം അന്ന് തന്നെ സ്ഥാപന മേധാവിയും എമ്പുരാൻ സിനിമ നിർമ്മാതാവുമായ ഗോകുലം ഗോപാലിനെ ചോദ്യം ചെയ്യുകയും ഉണ്ടായി. ഇതിലാണ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ RBI വിദേശ നാണയ വിനിമയ നിയമം എന്നിവയുടെ ലംഘനം കണ്ടെത്തിയെന്നും ബന്ധപ്പെട്ട രേഖകളും 1.5 കോടി രൂപയും പിടിച്ചെടുത്തുവെന്നും ഇ.ഡി അറിയിച്ചിട്ടുണ്ടായിരുന്നത്. 2022 ഇ.ഡിയുടെ കൊച്ചി യൂണിറ്റ് രജിസ്റ്റർ ചെയ്ത കേസിന്റെ ഭാഗമായാണ് അന്വേഷണം എന്നാണ് അവർ തന്നെ അറിയിച്ചിട്ടുണ്ടായിരുന്നത്. പ്രസ്തുത കേസിന്റെ തുടരന്വേഷണത്തിന്റെ ഭാഗമായുള്ള റെയ്ഡ്, ചോദ്യം ചെയ്യൽ ഉൾപ്പെടെ നടപടികൾ 3 വർഷം വൈകി ആരംഭിക്കുന്നതിന് പിന്നിലെ യുക്തി എമ്പുരാനോടുള്ള പ്രതികാരമല്ല എന്ന് പറഞ്ഞാൽ ബോധ്യമാകുന്ന കാര്യമല്ല. അല്ലെങ്കിൽ അടുത്ത വട്ടം കോൺഗ്രസ് ജയിക്കുമെന്ന് വിശ്വസിക്കുന്നവരായിരിക്കണം. സമാനമായി പൃഥ്വിരാജിനും ആന്റണി പെരുമ്പാവൂരിനുമെതിരായ നീക്കത്തിലും കാലത്തിന്റെ പ്രശ്നം തന്നെയുണ്ട്. 2021 നിർമ്മാണം ആരംഭിക്കുകയും 2022 ജൂലൈയിൽ പ്രദർശനത്തിനെത്തുകയും ചെയ്ത കടുവ, 2022 ഏപ്രിലിൽ പുറത്തിറങ്ങിയ ജനഗണമന, അതേ വർഷം ഡിസംബറിൽ തിയേറ്ററിൽ എത്തിയ ഗോൾഡ് എന്നീ സിനിമകളുടെ പ്രതിഫലം സംബന്ധിച്ചും വിശദീകരണം തേടിയാണ് പൃഥ്വിരാജിന് ആദായ നികുതി വകുപ്പ് നോട്ടീസ് നൽകിയത്. 3 വർഷങ്ങൾക്ക് ശേഷമാണ് നോട്ടീസ് നൽകിയത് എന്നതിനേക്കാൾ പ്രധാനം മാർച്ച് 27 എമ്പുരാൻ റിലീസായി രണ്ടാമത്തെ ദിവസം 29-നാണ് ഇത് അയച്ചിരിക്കുന്നത് എന്നാണ്. ഏപ്രിൽ 29-നകം വിശദീകരണം നൽകണമെന്നാണ് ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നത്. ആശീർവാദ് ഫിലിംസിൽ 2022 നടന്ന റെയ്ഡിന്റെ തുടർ നടപടി എന്നാണ് ആന്റണി പെരുമ്പാവൂരിന് നോട്ടീസ് നൽകിയതിലെ ആദായ നികുതി വകുപ്പിന്റെ വിശദീകരണം. ലൂസിഫർ, മരക്കാർ എന്നീ സിനിമകളുടെ സാമ്പത്തിക ഇടപാടുകളിൽ വ്യക്തത വരുത്തണമെന്ന് നോട്ടീസിൽ ആവശ്യപ്പെടുന്നുണ്ട്. ദുബായിൽ വെച്ച് മോഹൻലാലിന് 2.5 കോടി കൈമാറിയതിലും ആന്റണിയോട് ആദായ നികുതി വകുപ്പ് വ്യക്തത തേടിയിരിക്കുകയാണ്. 2019-ലാണ് ലൂസിഫർ സിനിമ പ്രദർശനത്തിനെത്തിയത്. മരക്കാർ റിലീസ് ചെയ്തതാണെങ്കിൽ 2021 ഡിസംബറിലും. അത് കഴിഞ്ഞ് 2022-ലാണ് ആശീർവാദ് ഫിലിംസിൽ റെയ്ഡ് നടത്തിയത്. ഇതിനെല്ലാം ശേഷം 3 വർഷങ്ങൾ കഴിഞ്ഞാണ് ആന്റണിക്ക് നോട്ടീസ് നൽകിയത് എന്നത് എമ്പുരാനോടുള്ള പ്രതികാരമാണ് എന്നതിന്റെ വ്യക്തമായ തെളിവുകൾ തന്നെയാണ്. ഗോകുലം ഗോപാലിനും ആന്റണി പെരുമ്പാവൂരും നിർമ്മാതാക്കളാണ് എന്നുള്ള നിലയിലും നിർമ്മാതാവ്, സംവിധായകൻ, അഭിനേതാവ് എന്നീ നിലകളിൽ പൃഥ്വിരാജ് രാജ്യത്തെ ആദായ നികുതി, റിസർവ് ബാങ്ക് തുടങ്ങിയ സാമ്പത്തിക ഏജൻസികളുടെ പരിധിയിൽ ഉൾപ്പെടുന്നവർ തന്നെയാണ്. തങ്ങളുടെ വരുമാനത്തിന്റെ വിശദാംശങ്ങളും നിയമപരമായ നികുതികളും മറ്റും നൽകുക എന്നത് അവരുടെ ഉത്തരവാദിത്തം തന്നെയാണ്. അതിൽ ഒരു തർക്കവുമില്ല. പക്ഷെ അത് നൽകാതെ വരികയോ നൽകിയതിന്റെ സംശയങ്ങൾ ഉണ്ടാവുകയോ ചെയ്താൽ അപ്പോൾ തന്നെ തുടർ നടപടികൾ ആരംഭിക്കുകയാണ് യഥാർത്ഥത്തിൽ ചെയ്യേണ്ടത്. എന്നാൽ അത് ചെയ്യാതിരിക്കുന്നത് തങ്ങളുടെ ഉത്തരവാദിത്തങ്ങളിൽ സംഭവിച്ച വീഴ്ചയാണ് എന്ന് സമ്മതിക്കാനെങ്കിലും ഈ ഏജൻസികൾ തയ്യാറാകണമെന്നതാണ് ഏറ്റവും ചെറിയ കാര്യം. അതിനു പകരം എമ്പുരാൻ എന്ന ചലച്ചിത്രത്തിനെതിരെ സംഘപരിവാർ രംഗത്തിറങ്ങിയതിന് പുറകെ നടപടികൾ ആരംഭിച്ചത് നിഷ്കളങ്കമാണ് എന്ന് പറഞ്ഞാൽ ഒരു വിധത്തിലും അത് അംഗീകരിക്കാൻ സാധിക്കുന്ന കാര്യമല്ല. എന്തൊക്കെ ന്യായീകരണം നടത്തിയാലും ഇ.ഡി, IT വകുപ്പ്, NIA, CBI തുടങ്ങിയ കേന്ദ്ര ഏജൻസികളുടെ മുൻകാല നടപടികൾ മഹാഭൂരിപക്ഷവും കളങ്കിതവും രാഷ്ട്രീയ എതിരാളികളോടുള്ള പ്രതികാര ബുദ്ധിയുള്ളതുമായതിനാൽ സംശയരഹിതമായ വസ്തു തന്നെയാണ് അത്. ബി.ജെ.പി അധികാരത്തിലെത്തിയതിനു ശേഷമുള്ള 11 വർഷത്തോളമായി ഈ കേന്ദ്ര ഏജൻസികൾ അവരുടെ ഇഷ്ടത്തിന് പ്രവർത്തിച്ച് വരികയാണ് എന്നുള്ളതിന് ഒരുപാട് ഉദാഹരണങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോഴത്തെ ഈ നടപടികൾ കൂടുതൽ സംശയം ജനിപ്പിക്കുന്നത്.